ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2 മണിക്ക് സംസ്ഥാന ഗവൺമെൻറ് ബമ്പർ ലോട്ടറി എടുത്തു കഴിഞ്ഞു. അതിൽ 1ാം സമ്മാനവും 2ാം സമ്മാനവും പല സമ്മാനവും കിട്ടിയവർ ആരെന്ന് മുഴുവൻ പ്രഖ്യാപിക്കും മുമ്പ് തന്നെയാണ് നാളെ മറ്റൊരു ബമ്പർ ലോട്ടറിയെക്കുറിച്ച് ചർച്ച നടക്കുന്നത്. നാളെ രാവിലെ മുതൽ തുടങ്ങുന്ന ബമ്പർ ലോട്ടറി, അതിൻ്റെ പ്രചരണം, അതിൻ്റെ വിജയം മോഹൻലാൽ ഫാൻസിന് ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇന്ന് സമ്മാനിച്ചിരിക്കുന്നത്. നാടൊട്ടുക്ക് വീടൊട്ടുക്ക് ശക്തമായ പ്രചരണം, മോഹൻലാലിൻ്റെ ഇതുവരെ കാണാത്ത, ഇനി ഒരുപക്ഷെ ഇത്ര മനോഹരമായി കാണാൻ സാധിക്കാത്ത ഒരു ബമ്പർ സിനിമ വരികയാണെന്ന് ആലോചിക്കണം. അതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കണം. അതേക്കുറിച്ചാണ് ഇവരുടെ പ്രചരണം നടക്കുന്നത്. മുമ്പെങ്ങുമില്ലാത്ത വണ്ണം പ്രേക്ഷകരുടെ, ആരാധകരുടെ വലിയ കൂട്ടമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി തയ്യാറായി നിൽക്കുന്നത്. വരുന്ന ഒരാഴ്ച മുഴുവനും ഫാൻസുകാർക്ക് വേണ്ടി മാത്രം ഈ സിനിമ മാറ്റിവെച്ചിരിക്കുന്നു. ഏത് സിനിമയാണെന്നാണ്? മലൈക്കോട്ടെ വാലിബൻ. കുറേ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന പേരാണ് മലൈക്കോട്ടെ വാലിബൻ. അപ്പോൾ പഴയ ആൾക്കാർ തിരുത്തി, മലൈക്കോട്ടെ വാലിബൻ അല്ല മക്കളെ, MGRൻ്റെ ഒരു സിനിമ അറിയുന്നു, വാലിബൻ. അപ്പോൾ അതല്ല, ഇത് വേറൊരു ടൈപ്പിലുള്ള സിനിമ. ഈ ചർച്ചകൾ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ മോഹൻലാൽ ഈ സിനിമയിലേക്ക് വരുമ്പോൾ, അതായത് ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ഇതിൻ്റെ സംവിധായകൻ, എഴുത്തുകാരനാണ്. മുൻ മന്ത്രിയായ RSPയുടെ നേതാവായ ഷിബു ബേബി ജോണാണ് പ്രധാന നിർമ്മാതാക്കളിൽ ഒരാൾ. ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ, അതുവരെ മോഹൻലാൽ ലിജോയുടെ സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. ലിജോയുടെ 10ാമത്തെ സിനിമയാണിതെന്നാണ് പറയുന്നത്. ഈ 10 സിനിമകളിൽ, അതിനു മുമ്പിറങ്ങിയ സിനിമകളിൽ യാതൊരു വിട്ടുവീഴ്ചയും ലിജോ ചെയ്തിട്ടില്ല. വിട്ടുവീഴ്ച ചെയ്യാത്തൊരു സംവിധായകൻ എന്നുള്ള പേര് ലിജോ പെല്ലിശ്ശേരിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ലിജോ ഈ സിനിമയുടെ മലൈക്കോട്ടെ വാലിബൻ്റെ കഥ പറഞ്ഞപ്പോൾ മോഹൻലാൽ താല്പര്യത്തോടെ തലകുലുക്കി. അത് ചെയ്യാം, കൊള്ളാമെന്ന് പറഞ്ഞു. ഒരു വ്യത്യാസമുണ്ട്, ഒരു വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പ്രേക്ഷകരിഷ്ടപ്പെടും. കാരണം മോഹൻലാൽ എന്ന നടന് വേണ്ട എല്ലാ രീതിയിലുള്ള പാചക കൂട്ടുകളുമെല്ലാം അടങ്ങിയ ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. എന്താണ് ഇതിൻ്റെ കഥ? അങ്ങനൊരു ചോദ്യം വരാം. ഇതിന് പ്രത്യേകിച്ച് കഥയില്ലെന്ന് മോഹൻലാൽ പറയുന്നു, ലിജോ പറയുന്നു, ഷിബു പറയുന്നു. ഇതിന് പ്രത്യേക കാലമില്ല എന്നും പറയുന്നു. പിന്നെ എങ്ങനെയാണ് ഈ സിനിമ? ഈ സിനിമ നിങ്ങൾ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ്. ചിത്രകഥ വായിക്കാറില്ലേ? കോമിക് പുസ്തകങ്ങൾ വായിക്കാറില്ലേ? അത് വായിച്ച് ആസ്വദിക്കുന്ന പോലെ ബോറടിക്കാതെ 2.5 മണിക്കൂർ സമയം കണ്ടിരിക്കാവുന്നൊരു സിനിമയാണ് ഇത്രയും മാസങ്ങൾ കൊണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഈ അവകാശവാദം തെറ്റാണ് എന്ന് സ്ഥാപിക്കാൻ ആർക്കും കഴിയില്ല. കാരണം തുടക്കം മുതൽ തന്നെ ഇതിൻ്റെ ടൈറ്റിലിൽ, ഇതിൽ ഷൂട്ടിംഗ് ദിവസങ്ങളിൽ, ഷൂട്ടിങ്ങിൻ്റെ പ്രത്യേകതകൾ എല്ലാം പ്രത്യേക രീതിയിൽ തന്നെയാണ് വാർത്തകളായി വന്നുകൊണ്ടിരിക്കുന്നത്. ആലോചിക്കണം. വാർത്തകൾ വന്നുകൊണ്ടിരിക്കുമ്പോഴും ഈ സിനിമയുടെ രസച്ചരട് പൊട്ടാവുന്ന ഒന്നും തന്നെ അതിൻ്റെ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല എന്നാലോചിക്കണം. ഈ അടുത്ത ദിവസം തന്നെ ഇവർ 3 പേരും ഇരുന്നു കൊണ്ട് ഈ സിനിമയെക്കുറിച്ച് പറയുകയുണ്ടായി. ഈ സിനിമയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അത് സത്യമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. പക്ഷേ നാളെ തിയേറ്ററിൽ വരുന്ന സിനിമയാണ് നിങ്ങൾ കാണേണ്ടത്, കണ്ട് ആസ്വദിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. അത് പല പ്രാവശ്യം കാണേണ്ടതാണെങ്കിൽ പല പ്രാവശ്യം കാണുക, ഒരു പ്രാവശ്യം കാണേണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കാണുക. തീരെ ബോറടിക്കുന്ന സിനിമയാണെങ്കിൽ കാണാതിരിക്കുക എന്ന് പറയാനുള്ള ചങ്കൂറ്റവും അവർക്കുണ്ടായെന്ന് ആലോചിക്കണം. മോഹൻലാൽ ഇടയ്ക്ക് പറയുകയുണ്ടായി, ഇതൊരു മോഹൻലാൽ സ്പെഷ്യൽ സിനിമയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, നേര്
നേര് മോഹൻലാലിൻ്റെ സിനിമ തന്നെയാണ്. ഞങ്ങൾ പ്രതീക്ഷിച്ചത്ര മോഹൻലാൽ അതിൽ ഷൈൻ ചെയ്തില്ലല്ലോ, എന്നിട്ടും ആ സിനിമ ഹിറ്റായില്ലേ എന്ന്. ഓരോ സിനിമയ്ക്കും ഓരോ രീതിയുണ്ട്. ആ ഓരോ സിനിമയും പ്രതീക്ഷിച്ച രീതിയിൽ കൊണ്ടുപോകുന്ന പ്രേക്ഷകരാണ്. അപ്പം അതിൻ്റെ ഏറ്റവും പുതിയ ഇത് നേര് തന്നെ തിയേറ്ററിൽ കഴിഞ്ഞു. OTT റിലീസാവേണ്ട ദിവസം വരാനിരിക്കുന്നതാണ്. പക്ഷേ ഈ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയായിരിക്കണം OTTയിൽ ഇന്നലെ മുതൽ തന്നെ ഈ നേര് സംപ്രേഷണം ചെയ്തു തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് ഒരു ഹിറ്റായ സിനിമയാണ്. ആ ഹിറ്റായ സിനിമ, എല്ലാവരും ആസ്വദിക്കുന്ന സിനിമ, ഒരു ബമ്പർ ഹിറ്റിലെ തുടങ്ങിയ ആ സിനിമയെ തുടർച്ചയായിക്കൊണ്ട് മലൈക്കോട്ട വാലിബൻ നാളെ റിലീസ് ചെയ്യുമ്പോൾ അത് എങ്ങനെ ആഘോഷമാക്കാതിരിക്കും? ഇതിൻ്റെ ആരാധകർ, കാരണം നേരിൽ വരാത്ത മോഹൻലാലിൻ്റെ ഫാൻസുകാരെല്ലാം ഒരു കുറ്റബോധത്തോടെ തന്നെയാണ് ഇപ്പോൾ സജീവമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. തങ്ങളില്ലെങ്കിലും നേര് ഹിറ്റാക്കാൻ മോഹൻലാൽ സിനിമയ്ക്ക് കഴിഞ്ഞു. ആരാധകരെ കിട്ടുന്ന ഫാൻസുകാരെ കൂടി തൃപ്തിപ്പെടുത്തുന്ന മലൈക്കോട്ട വാലിബൻ്റെ അതിൻ്റെ ഇരട്ടി പ്രചരണം ഈ സിനിമയ്ക്ക് കൊടുക്കണം. അപ്പം ഇന്ന് രാവിലെ മുതൽ തന്നെ ഇതിൻ്റെ തുടക്കം ആരംഭിച്ചു കഴിഞ്ഞവരുടെ അത് നാളെ രാവിലെ പ്രേക്ഷകർക്ക് എത്ര പേർക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം മിക്ക തിയേറ്ററുകളും ഫാൻസുകാർ കൈയടക്കി കഴിഞ്ഞിരിക്കുകയാണത്. കുടുംബ പ്രേക്ഷകർക്ക് എന്ത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഒരു ആഴ്ചത്തേക്ക് കുടുംബ പ്രേക്ഷകർക്ക് പ്രവേശനം കുറഞ്ഞിരിക്കുന്നു, ബുക്കിംഗ് കഴിഞ്ഞ് അവസാനിച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അവർ തന്നെ പറയുകയുണ്ടായി. ഞങ്ങളെക്കുറിച്ച് പലരും പറയുന്നുണ്ട് ഈ സിനിമയ്ക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി എന്നുള്ളത്. കൂടി എന്ന് വരുമ്പോൾ ഞങ്ങൾ ആ പ്രൊഡക്ഷൻ കോസ്റ്റിനെ കുറിച്ച് മുൻവിധി പറഞ്ഞിരിക്കണം. ഇന്നേ വരെ ഈ സിനിമയ്ക്ക് ഇത്ര കോടിയാകുമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. ഈ സിനിമ പൂർത്തിയായി തിയേറ്ററിൽ എത്തുന്നത് വരെ തന്നെയാണ് എത്ര ചിലവായോ അതാണ് ഈ സിനിമയുടെ കോസ്റ്റ് എന്ന് ആലോചിക്കണം. ₹1 പോലും ഞങ്ങൾ അനാവശ്യമായിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ചിലവഴിച്ചിട്ടില്ല എന്ന് നിങ്ങൾ ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് ബോധ്യമാകും. ഇതിൻ്റെ അടിയുണ്ട്, ഇടിയുണ്ട്, തമാശയുണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെയാണ് മോഹൻലാൽ ഈ സിനിമയിൽ ആക്ഷൻ രംഗങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇത് ഏത് രാജ്യത്തെ കഥയാണെന്ന് വീണ്ടും നിങ്ങൾ ചോദിച്ചേക്കാം. സ്ഥലകാല ഒന്നും ഈ സിനിമയ്ക്ക് ഇല്ല. ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ സിനിമയെ പല രീതിയിൽ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചെടുക്കാം. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അതാണ് ഈ സിനിമയുടേത്. ഇതിന് ഇന്ന തലത്തിലാണ് ഈ സിനിമ പോകുന്നത്, ഈ സിനിമയ്ക്കൊരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് വേറൊരു കാഴ്ചപ്പാടുണ്ട്, ഇതിന് ഇന്ന തലമാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങൾ ആ രീതിയിലേക്ക് ചിന്തിച്ചുകൊണ്ടു. ഒരവകാശവാദവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ള ഒരേ ഒരു അവകാശവാദം പ്രേക്ഷകരെ ബോറടിപ്പിക്കില്ല, പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കില്ല. എല്ലാവരും ഈ സിനിമ കാണും. ജാതി മതരേഖ തന്നെ ഈ സിനിമ കണ്ടിരിക്കണം എന്നുള്ള പക്ഷക്കാരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള സിനിമ ധൈര്യപൂർവ്വം ആത്മാഭിമാനത്തോടെ മുമ്പെങ്ങും പറയാത്ത രീതിയിലാണ് ഇതിൻ്റെ അണിയറ ശില്പികളും എല്ലാം ഈ സിനിമ നാളെ രാവിലെ മുതൽ തിയേറ്ററിലെത്തിക്കുന്നത്. ഞങ്ങൾക്കും പ്രതീക്ഷയുണ്ട്. ഈ സിനിമ ഒരു ലോട്ടറിയാണ്. ആ ലോട്ടറി അടിക്കുന്നത് മോഹൻലാലിനും ലിജോ പെല്ലിശ്ശേരിക്കും ഷിബു ബേബിയും അടക്കമുള്ളവർക്കാണ്. അതിൻ്റെ ഒരു പങ്ക് പ്രേക്ഷകർ കൂടി വീതിച്ചു കൊടുക്കുന്നു. അങ്ങനെ ബമ്പർ ലോട്ടറിയുടെ സമ്മാനത്തുകയാകാൻ വേണ്ടി ഈ പ്രേക്ഷകർ ഈ സിനിമയെ ബമ്പർ ഹിറ്റാക്കി മാറ്റുമെന്നാണ് ഞങ്ങളുടെയും പ്രതീക്ഷ.